പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK സന്ദർശനം വ്യാഴാഴ്ച ആരംഭിക്കും. സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട്. കരാർ നിലവിൽ വരുന്നതോടെ കാറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും മേഖലകൾക്കും പ്രയോജനം ലഭിക്കുമെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കേന്ദ്രമന്ത്രിസഭ ഇതിനകം തന്നെ കരാറിന് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരവും ആവശ്യമാണ്. ഇത് ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. കരാർ പ്രകാരം ബ്രിട്ടനിലേക്കുള്ള 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാകുമെന്നും ഇത് വലിയ നേട്ടമുണ്ടാക്കുമെന്നും ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിട്ടന്റെ 90% ഉൽപ്പന്നങ്ങൾക്കും തീരുവ കുറയും. ഇന്ത്യയിൽ നിന്ന് തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, വാഹന ഘടകങ്ങൾ എന്നിവയുടെ നിലവിലെ 4 മുതൽ 16% വരെയുള്ള തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. UK-യിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ തീരുവ നിലവിലെ 100%-ൽ നിന്ന് 10%-ആയി ഇന്ത്യ കുറയ്ക്കും. എന്നാൽ ഇതിനൊരു ക്വാട്ട സംവിധാനം ഉണ്ടായിരിക്കും. അതായത് കുറഞ്ഞ തീരുവ പരിമിതമായ എണ്ണം ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് മാത്രമേ ബാധകമാകൂ. കരാർ അനുസരിച്ച് ഈ എണ്ണം ക്രമേണ ഉദാരവൽക്കരിക്കും. ആസ്റ്റൺ മാർട്ടിൻ, ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ജാഗ്വാർ ലാൻഡ് റോവർ എന്നിവയ്ക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. UK ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ലഘൂകരിക്കുന്നതിന് പകരമായി ഇന്ത്യൻ നിർമ്മാതാക്കളുടെ ഇലക്ട്രിക്, ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ബ്രിട്ടീഷ് വിപണിയിൽ പ്രവേശനം ലഭിക്കും. ഇതും ഒരു ക്വാട്ട സംവിധാനത്തിന് കീഴിലായിരിക്കും. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ഇലക്ട്രിക് തുടങ്ങിയ നിർമ്മാതാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചേക്കാം. ബിസിനസ് ആവശ്യങ്ങൾക്കായി സന്ദർശിക്കുന്നവർക്കും കരാർ അടിസ്ഥാനത്തിൽ സേവനം നൽകുന്നവർക്കും യോഗ പരിശീലകർ, ഷെഫുമാർ, സംഗീതജ്ഞർ എന്നിവർക്കും UK-യിൽ താൽക്കാലികമായി താമസിക്കുന്നതിനുള്ള അനുമതി കിട്ടിയേക്കും. UK-യിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികളെയും അവരുടെ തൊഴിലുടമകളെയും 3 വർഷത്തേക്ക് UK-യിലെ സാമൂഹിക സുരക്ഷാ വിഹിതം അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. വെൽസ്പൺ ഇന്ത്യ, അരവിന്ദ്, റേമണ്ട്, വർദ്ധമാൻ തുടങ്ങിയ ഇന്ത്യൻ ടെക്സ്റ്റൈൽ വസ്ത്രനിർമ്മാതാക്കൾക്ക് UK-യിലേക്കുള്ള കയറ്റുമതിക്ക് തീരുവയില്ലാത്ത പ്രവേശനം ലഭിക്കുന്നത് പ്രയോജനകരമാകുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ബാറ്റ, റിലാക്സോ തുടങ്ങിയ പാദരക്ഷാ നിർമ്മാതാക്കൾക്കും UK വിപണിയിൽ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കും. കരാർ നിലവിൽ വരുന്നതോടെ സ്കോച്ച് വിസ്കിയുടെ ഇറക്കുമതി ചുങ്കം 150%-ൽ നിന്ന് 75%-ആയി കുറയും. അടുത്ത ദശാബ്ദത്തിനുള്ളിൽ ഇത് 40%-ആയി കുറയും. തന്ത്രപ്രധാനമല്ലാത്ത സർക്കാർ ടെൻഡറുകളിൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യ അനുമതി നൽകും. ഇതിന്റെ പരിധി 200 കോടി രൂപ ആയിരിക്കും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും പ്രധാനമന്ത്രി മോദിയെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയായ ശേഷം UK-യിലേക്കുള്ള മോദിയുടെ 4ാമത്തെ സന്ദർശനമാണിത്. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.